നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഡിഫറൻസിയേഷനാണ്. ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റ്, എന്താണ് ഡിഫറൻസിയേഷൻ അറിയാമോ? എന്താണ് ഡിഫറൻസിയേഷൻ? ശരിക്കും ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് മുന്നേ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ച എന്താണ്, ലിമിറ്റ്സിനെ കുറിച്ച് പഠിച്ചു, അല്ലെങ്കിൽ കണ്ടിന്യൂറ്റിയെ കുറിച്ച് പഠിച്ചു അല്ലേ. സോ ലിമിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ലിമിറ്റ് യൂസ് ചെയ്തത്. ലിമിറ്റിൽ തന്നെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഉണ്ടായിരുന്നു അല്ലേ. ആ ഫംഗ്ഷൻ്റെ വാല്യൂസ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴും സെയിം ആയിട്ട് വരുമ്പോഴാണ് ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതായിരുന്നു ലിമിറ്റ് അല്ലേ. ഇനി കണ്ടിന്യൂറ്റിയിലോട്ട് വന്നപ്പോൾ എന്തായിരുന്നു? അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും മാത്രം ഈക്വൽ ആയിട്ട് കാര്യമില്ല. ആ ഫംഗ്ഷൻ്റെ വാല്യൂ ആ ഒരു പർട്ടിക്കുലർ പോയിന്റ്, ഇപ്പോൾ എഫ് ഓഫ് എ എന്ന് പറയുന്നൊരു പോയിന്റ് കൂടി എടുത്താൽ ആ പോയിന്റിലെ വാല്യൂവും ഈക്വൽ ആവണം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എഫ് ഓഫ് എയും ഇത് മൂന്നും ഈക്വലായി വരുമ്പോഴാണ് അത് കണ്ടിന്യൂസ് ആണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞത് അല്ലേ. ഇനി നമുക്ക് ഡിഫറൻസിയേഷനിലേക്ക് വരാം. എന്താണ് ഡിഫറൻസിയേഷൻ എന്നറിയാമോ? ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്, ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഡെറിവേറ്റീവ്? എന്തിനാണ് നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത് അറിയാമോ? നമുക്ക് നോക്കാം. നോക്കിക്കേ, ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് എന്ന് ഞാൻ പറയുവാണ്. എന്തിനാണ് നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്? ഞാൻ പറയുവാണേ. ഇപ്പം നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണ്. ഇപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന് ഇപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ടെന്നിരിക്കട്ടെ. ഓക്കെ, ഇനി നമ്മുടെ ഈ ഫംഗ്ഷന് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ചെറിയൊരു ചേഞ്ച് ഉണ്ടായി, അതിൻ്റെ പൊസിഷന് ചെറിയൊരു ചേഞ്ച് ഉണ്ടായി, അതൊരു പുതിയ പോയിന്റിലോട്ട് വന്നു. ഇപ്പം എക്സ് എന്ന് പറയുന്ന പോയിന്റിലാണ് ഇപ്പോൾ സപ്പോസ് ആദ്യം ഇരുന്നതെങ്കിൽ ഇപ്പോൾ എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് നമ്മുടെ ഫംഗ്ഷൻ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ ഉണ്ടാകുന്ന ചേഞ്ച്, അതിൻ്റെ വാല്യൂവിനുണ്ടാകുന്ന ചേഞ്ച് എന്താണെന്നുള്ളതാണ് ഈ ഡിഫറൻസിയേഷൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. നമുക്ക് ഡെഫിനിഷനൊക്കെ ഒന്ന് നോക്കിപ്പോവാം. ഡിഫറൻസിയേഷൻ ഈസ് എ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, it is a process in maths where we find the instantaneous rate of change in function based on its variable. കണ്ടോ, അതായത് വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞൊരു ഫംഗ്ഷൻ ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലോട്ട് ചേഞ്ച് ആവുന്ന സമയത്ത് ആ ഫംഗ്ഷൻ്റെ വാല്യൂവിനുണ്ടാവുന്ന മാറ്റം, ഇൻസ്റ്റന്റേനിയസ് ചേഞ്ച്, ഒരു ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ ഉണ്ടാകുന്ന ചേഞ്ച്, അതാണ് ഇൻസ്റ്റന്റേനിയസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി if x is a variable and y is another variable, then the rate of change of y with respect to x എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതാണ് dy by dx എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x, അതാണ് dy by dx എന്ന് പറയുന്നത്. ഈ dy by dx ആണ് ശരിക്കും അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് dy by dx. ഓക്കെ, അപ്പോൾ എന്താണ് ഡെറിവേറ്റീവ്? ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു അനദർ വേരിയബിൾ. ഒരു വേരിയബിളിനുണ്ടാകുന്ന റേറ്റ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു അനദർ വേരിയബിൾ, അതാണ് ഡെറിവേറ്റീവ്. ഓക്കെ, ഇനി നമ്മളൊരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് അറിയാമോ? ഒരു ഫംഗ്ഷനെ നമ്മളറിയാം, ഞാൻ പറഞ്ഞു ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന? എഫ് ഓഫ് എക്സ് ഒരു ഫംഗ്ഷൻ ആണ് അല്ലേ. ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് അറിയാമോ? എഫ് ഡാഷ് എക്സ്. ഡെറിവേറ്റീവ് എന്താണ്? എഫ് ഡാഷ് എക്സ്. എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഡെറിവേറ്റീവ് നമ്മൾ എഫ് ഡാഷ് എക്സ് എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ ഈ ഡെറിവേറ്റീവിനെ dy by dx അങ്ങനെയും റെപ്രസെന്റ് ചെയ്യും. എന്താണ്? dy by dx. ഓക്കെ, ഈ dy by dx നൊട്ടേഷൻ കണ്ടാലും ആലോചിക്കുക എന്താണ്? അത് ഡിഫറൻസിയേഷൻ ആണ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ആണെന്ന് ആലോചിക്കുക. അതുപോലെ തന്നെ വേറൊരു സംഭവം ഉണ്ട്. ഇപ്പം ഞാൻ y ആണൊരു ഫംഗ്ഷൻ എന്നിരിക്കട്ടെ. y ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവിന് അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ നമ്മൾ y ഡാഷ് കൊണ്ടും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. y ഡാഷ് ഇങ്ങനെ എഴുതിയാലും ഡെറിവേറ്റീവ് തന്നെയാണ്. മനസ്സിലായോ? അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫറൻസിയേഷൻ. അപ്പോൾ ഡിഫറൻസിയേഷൻ എന്താണ്? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ ഫംഗ്ഷൻ അല്ലേ വിത്ത് റെസ്പെക്ട് ടു അനദർ വേരിയബിൾ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു അനദർ വേരിയബിൾ അല്ലേ. ഇനി നോക്കിക്കേ അടുത്ത സ്റ്റേറ്റ്മെന്റ്. ഇഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് അണ്ടർഗോ ആൻ ഇൻഫിനിറ്റിസിമൽ ചേഞ്ച് ഓഫ് എച്ച് നിയർ ടു എനി പോയിന്റ് എക്സ്, ദെൻ ദ ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ്. ഞാൻ പറഞ്ഞു എന്താ ഒരു ഫംഗ്ഷൻ, ഞാൻ പറയുവാണ് ഇത് നമ്മുടെ ഒരു ഫംഗ്ഷൻ ആണ്, ഞാൻ വരയ്ക്കുവാണേ.
ഇതൊരു ഫംഗ്ഷൻ ആണ്, എഫ് ഓഫ് എക്സ് ആണ് നമ്മുടെ ഫംഗ്ഷൻ. ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഫസ്റ്റ് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലായിരുന്നു, എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റിലായിരുന്നു നിന്നത്. ഓക്കെ, ഇനി അതിന് ഒരു സ്മോൾ ചേഞ്ച് ഉണ്ടായി, അതിൻ്റെ പൊസിഷന് ഒരു സ്മോൾ ചേഞ്ച് ഉണ്ടായി. ഇതിപ്പം എച്ച് ദൂരം സഞ്ചരിച്ചൊരു എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്ന ഒരു ചേഞ്ച് ആ ഫംഗ്ഷൻ ഉണ്ടായെന്നിരിക്കട്ടെ. എക്സ് പ്ലസ് എച്ച് ആയിട്ട് മാറി. അപ്പോൾ നോക്കിക്കേടാ, ആദ്യം എക്സ് ആയിരുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ, ആ ഫംഗ്ഷൻ്റെ വാല്യൂ എന്തായിരുന്നു അറിയാമോ? എഫ് ഓഫ് എക്സ് ആയിരുന്നു. എക്സ് എന്ന് പറയുന്ന പൊസിഷനിലായിരുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ എഫ് ഓഫ് എക്സ് ആയിരുന്നു. ഇനി അതിൻ്റെ പൊസിഷനിൽ ഒരു ചേഞ്ച് ഉണ്ടായി, എക്സ് പ്ലസ് എച്ച് ആയി. എക്സ് പ്ലസ് എച്ച് ആവുന്ന സമയത്ത് ആ ഫംഗ്ഷൻ എന്താവും അറിയാമോ? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ആവും. വേറെ ഒന്നുമില്ല, എഫ് ഓഫ് എക്സ് ആയിരുന്നപ്പോൾ എക്സ് എന്ന് പറയുന്ന പോയിന്റിലെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആയിരുന്നു. അതിൻ്റെ പൊസിഷനിൽ ഒരു ചേഞ്ച് വന്നു, എക്സ് പ്ലസ് എച്ച് ആയപ്പോൾ എന്താണ്? ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ആയിട്ട് മാറി. ഓക്കെ, ഇനി ഞാൻ എന്താ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞത്? ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു dy ബൈ ഡി എക്സ് എന്നതുകൊണ്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാമെന്ന് പറഞ്ഞു. dy ബൈ ഡി എക്സ്. dy ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ y വിത്ത് റെസ്പെക്ട് ടു എക്സ്. dy ബൈ ഡി എക്സ് എന്താ? dy ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ y വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ, ഇനി ഡി എക്സ് ബൈ ഡി വൈ എന്നാണ് വന്നിരുന്നെങ്കിൽ, ഞാൻ പറഞ്ഞതാണ്, സപ്പോസ് ഡി എക്സ് ബൈ ഡി വൈ എന്നാണെങ്കിൽ ചേഞ്ച് ഇൻ എക്സ് വിത്ത് റെസ്പെക്ട് ടു വൈ, അങ്ങനെ വേണം നമ്മൾ എടുക്കാൻ കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഡി എക്സ് ബൈ ഡി വൈ അല്ല, ഡി വൈ ബൈ ഡി എക്സ് ആണ് ഡെറിവേറ്റീവ്. എങ്ങനെയാണ് അത് മനസ്സിലാക്കാനുള്ളതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ചേഞ്ച് ഇൻ വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ചേഞ്ച് ഇൻ വൈ എന്താണ് ഇവിടെ? നോക്കിക്കേ, എഫ് ഓഫ് എക്സ്, ആദ്യം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആയിരുന്നു ഫംഗ്ഷൻ, പിന്നെ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ആയി. അപ്പോൾ ആ ചേഞ്ച് എന്താണ്? ചേഞ്ച്, അതിന് വന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചേഞ്ചിനെ റെപ്രസെന്റ് ചെയ്യുന്ന നൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഡെൽറ്റയാണ് കേട്ടോ. ഡെൽറ്റ, ഡി വൈ ബൈ ഡി എക്സ് നമുക്ക് ഡെൽറ്റ വൈ എന്ന് എഴുതാം. എന്താണ്? ഡെൽറ്റ വൈ. കണ്ടോ? ബൈ ഡി എക്സ് ചേഞ്ച് ഇൻ എക്സ്, അതിനെങ്ങനെ എഴുതാം? ഡെൽറ്റ എക്സ് എന്ന് എഴുതാം. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് എഴുതാം. അതാണ് ഡി വൈ ബൈ ഡി എക്സ്, ആണ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ചേഞ്ച് ഇൻ വൈ, ഡെൽറ്റ വൈ നമുക്ക് എന്തെഴുതാം? വൈക്ക് എന്താ? ആദ്യം എഫ് ഓഫ് എക്സ് ആയിരുന്നു, എക്സിന്റെ വാല്യൂ ആയിരുന്ന സമയത്ത് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആയിരുന്നു. എക്സ് പ്ലസ് എച്ച് ആയപ്പോൾ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ആയി. അപ്പോൾ ചേഞ്ച് എന്താണ്? ഞാൻ പറയാം, ചേഞ്ച് എഫ് ഓഫ് എക്സ്, ഫൈനൽ വാല്യൂ മൈനസ് ഇനിഷ്യൽ വാല്യൂ അല്ലേ? ഫൈനൽ വാല്യൂ മൈനസ് ഇനിഷ്യൽ വാല്യൂ അല്ലേ അതിന്റെ ചേഞ്ച് എന്ന് പറയുന്നത്? നോക്കിക്കേ, ഇതൊരു ഗ്രാഫാണ്, ഇത് 4 ആണ്, ഇത് 2 ആണ്. ഇതിടയ്ക്കുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ 4 - 2 അല്ലേ? അതുപോലെ ഇവിടെ ഈ ചേഞ്ച് ഇൻ വൈ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് അല്ലേ? എഫ് ഓഫ് എക്സ്. ഓക്കെ, ഡെൽറ്റ വൈ എന്താണ്? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് വരും. ഇനി എന്തായിരിക്കും ഡെൽറ്റ എക്സ്? ഡെൽറ്റ എക്സ് എന്തായിരിക്കും? ചേഞ്ച് ഇൻ എക്സ് അല്ലേ ഡെൽറ്റ എക്സ് ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ എക്സ് എന്താ? ഇതിപ്പോൾ എക്സ് ആക്സിലെ പോയിന്റ് ആണ്, ഇത് 6 ആണ്, ഇത് 4 ആണെങ്കിൽ ചേഞ്ച് എന്താ? 6 - 2 2 ആണ് അല്ലേ? അതുപോലെ ഡെൽറ്റ എക്സ് ഇവിടെ എന്തായിരിക്കും? എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് ആയിരിക്കും. എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ്. അപ്പോൾ എന്ത് വരും? എക്സും എക്സും കട്ടായിപ്പോയി നമുക്ക് എച്ച് എന്ന് വരും അല്ലേ? ഡെൽറ്റ എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? എച്ച് എന്ന് കിട്ടി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാടാ? ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് അല്ലെങ്കിൽ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് നമുക്ക് എന്ത് എഴുതാം? നോക്കിക്കേ, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് അപ്പോൾ എന്താവും? ചേഞ്ച് ഇൻ വൈ ബൈ ചേഞ്ച് ഇൻ എക്സ് അല്ലേ? ഡെൽറ്റ വൈക്ക് പകരം എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സിന് പകരമോ എച്ച് അല്ലേ? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച് എന്ന് കിട്ടി. ക്ലിയർ ആണോ? ഇനി ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് അല്ലേ ഇത്? നമുക്ക് ഡി വൈ ബൈ ഡി എക്സിലോട്ട് വരുവാണ്, ഡെറിവേറ്റീവിലോട്ട് വരുവാണ്. അപ്പം ഞാൻ പറയുക ഡി വൈ ബൈ ഡി എക്സ്, നമ്മൾ ഈ ചേഞ്ച് എന്താണ്? വളരെ ചെറിയൊരു ചേഞ്ച് ആണ്, അതായത് ഇൻസ്റ്റന്റേനിയസ് ആണ്, ഇൻസ്റ്റന്റേനിയസ് ചേഞ്ച് ആണ്, റേറ്റ് ഓഫ് ചേഞ്ച് അല്ലേ? അപ്പോൾ നമുക്ക് ഡെൽറ്റ എച്ചിന്റെ വാല്യൂ, ഡിനോമിനേറ്ററിന്റെ വാല്യൂ ടെൻസ് ടു 0 കൊടുക്കാം. ഇൻസ്റ്റന്റേനിയസ്, പെട്ടെന്ന് കഴിയുന്നതാണ്. അപ്പോൾ ഡെൽറ്റ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ച് ടെൻസ് ടു 0 എന്ന് പറയാം നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് എന്ന് പറയാം. ഇതാണ് ഒരു എന്താണ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന ഒരു എന്താണ് ഫോർമുല എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ പറയുന്ന പേര് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡെറിവേറ്റീവ്സ് എന്നാണ്. ഡെറിവേറ്റീവ്സ് ഓഫ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഓക്കെ, ഇതാണ് ആ ഫോർമുല. എന്താണ്? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്.
മനസ്സിലായോ ക്ലിയർ ആയോ? അപ്പോൾ എന്തായിരുന്നു ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ? ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ ഫംഗ്ഷൻ അല്ലേ? അതായത് ആ ഫംഗ്ഷൻ ഉണ്ടാകുന്ന ഒരു റേറ്റ് ഓഫ് ചേഞ്ച് ആണ്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ y വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതാണ് നമുക്ക് dy/dx എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോർമുല എന്താണ്? ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ്, ഇവിടെ a എന്ന് പറയുന്ന പോയിന്റ് എടുത്തോണ്ടാണ് എഫ് ഓഫ് a പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് a ബൈ എച്ച്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന പോയിന്റ് ആണെങ്കിൽ ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എച്ച് എന്ന് വരും. ഓക്കെ, ഈ ഒരു ഫോർമുല യൂസ് ചെയ്താണ് നമ്മൾ എന്ത് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഓക്കെ, നോക്കിക്കേ. Find the derivative at x is equal to 2 of the function f of x is equal to 3x. എന്താ ക്വസ്റ്റ്യൻ? Find the derivative at x is equal to 2 of the function. ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. x is equal to 2 എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നമ്മൾ ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. x is equal to 2 എന്ന് പറയുന്ന പോയിന്റിൽ അല്ലേ? സോ ഫംഗ്ഷൻ എന്താടാ? f of x ആണ്. നമ്മുടെ f of x എന്താണ്? 3x ആണ് അല്ലേ? 3x എന്ന് പറയുന്ന ഫംഗ്ഷനെ പോയിന്റ് ഏതാടാ? എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന പോയിന്റിലാണ് കണ്ടുപിടിക്കാനുള്ളത്. സോ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അപ്പോൾ ഡെറിവേറ്റീവ് എന്ന് ചുമ്മാ പറഞ്ഞിരിക്കുമല്ലേ? അപ്പോൾ നമുക്കറിയാം നമുക്ക് എന്താണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെറിവേറ്റീവ് എന്ന് മാത്രമേ നമുക്കിപ്പോൾ അറിയാവൂ. നമ്മൾ അത് മാത്രമേ ഇപ്പോൾ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കറക്റ്റ് ഡയറക്റ്റ് ആ ഫോർമുലയിൽ എടുത്ത് കൊടുത്തു നോക്കുക. ഓക്കെ, നമ്മുടെ ഫോർമുല എന്തായിരുന്നു? ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ അഥവാ എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ഇതല്ലായിരുന്നോ ഫോർമുല അല്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. എന്താ നമുക്ക് എക്സിന് പകരം എക്സ് ഇസ് ഈക്വൽ ടു 2 എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് അല്ലേ എഫ് ഓഫ് 2 പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് 2 ബൈ എച്ച് കൊടുത്തൂടെ? എങ്ങനെയാ? എക്സിന് പകരം 2 കൊടുത്തു. എക്സ് സീക്വൽ 2 എന്ന് പറഞ്ഞതുകൊണ്ട് എക്സിന് പകരം 2 കൊടുത്തു. അപ്പോൾ എഫ് ഓഫ് 2 പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് 2 ഡിവൈഡഡ് ബൈ എച്ച് എന്ന് എഴുതി. ക്ലിയർ? ഇനി എന്താണ്? ഇനി നമ്മുടെ ഫംഗ്ഷൻ എന്താടാ? എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു 3x ആണ് അല്ലേ? ഇവിടെ നമ്മൾ എന്താ ഫോർമുലയിൽ ഡയറക്റ്റ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കൊടുത്തതേ ഉള്ളൂ. നമ്മുടെ ഫംഗ്ഷൻ എന്താണെന്ന് കൂടി ചെക്ക് ചെയ്യണം. ഫംഗ്ഷൻ പറഞ്ഞിരിക്കുന്നത് 3x ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫംഗ്ഷന് പകരം 3x അല്ലേ? 3 ഇൻറ്റു എക്സ് കാണുന്നിടത്തെല്ലാം ഇവിടെ എക്സ് പ്ലസ് എച്ച് ഇട്ട് കൊടുക്കുക. ഇവിടെ എക്സ് കാണുന്നിടത്ത് ഇത് കൊടുക്കുക, 2 കൊടുക്കുക. അതാ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്ത് വരും? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 2 പ്ലസ് എച്ച് അതിന് പകരം 3x എന്നല്ലേ? 3x 3 ഇൻറ്റു എക്സിന് പകരം 2 പ്ലസ് എച്ച് 3 ഇൻറ്റു 2 പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് 2. എഫ് ഓഫ് 2ന് പകരം ഫംഗ്ഷൻ 3x അല്ലേ? 3 ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ 3 ഇൻറ്റു 2 കണ്ടോ? ഡിവൈഡഡ് ബൈ എച്ച്. ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? ഡൗട്ട് ഇല്ലല്ലോ. ഇനി എന്ത് ചെയ്യാം? നമുക്ക് വാല്യൂ കൊടുക്കാം നമുക്ക് അല്ലേ? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 3 ഇൻറ്റു 2 6 6 പ്ലസ് 3 ഇൻറ്റു എച്ച് 3h മൈനസ് 3 ഇൻറ്റു 2 6 6 ഡിവൈഡഡ് ബൈ എച്ച്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി എന്ത് ചെയ്യാം? പ്ലസ് 6 ഉണ്ട് മൈനസ് 6 ഉണ്ട്, കട്ടായി പോയി. ഇനിയോ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 3h ഡിവൈഡഡ് ബൈ എച്ച് അല്ലേ? ഇങ്ങനെയല്ലേ വരുന്നേ? സോ എച്ചും എച്ചും കട്ടായി. പിന്നെന്താ ഉള്ളത്? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 3 എന്ന് വന്നു. ഞാൻ പറഞ്ഞു ലിമിറ്റ് ഓഫ് എ കോൺസ്റ്റന്റ്, ഒരു നമ്പറിന്റെ കോൺസ്റ്റന്റിന്റെ ലിമിറ്റ് വന്നാൽ എപ്പോഴും എന്താ ആ നമ്പർ തന്നെ ആയിരിക്കത്തില്ലേ? സോ നമുക്ക് എന്ത് വരും? ആൻസർ 3 എന്ന് വരും. കണ്ടോ എങ്ങനെയാ ചെയ്തതെന്ന്? കണ്ടോ? അപ്പോൾ എങ്ങനെയാ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചേ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x എന്ന് പറയുന്ന ഫംഗ്ഷന്റെ എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന പോയിന്റിലുള്ള ഡെറിവേറ്റീവ് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിച്ചേ? ഫസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്ത് കണ്ടുപിടിച്ചു. ഫസ്റ്റ് പ്രിൻസിപ്പിളിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? എഫ് ഡാഷ് എക്സ്, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് ആണ് അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്തു? ഡയറക്റ്റ് എക്സിന് പകരം എക്സ് ഇസ് ഈക്വൽ ടു 2 ആയതുകൊണ്ട് വാല്യൂ കൊടുത്തു, ചെയ്തു വന്നു. ഫംഗ്ഷന്റെ വാല്യൂ എന്താ? ഫംഗ്ഷൻ 3x ആയിരുന്നു. സോ 3 ഇൻറ്റു 2 പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് അല്ലേ? 3 ഇൻറ്റു 2 പ്ലസ് എച്ച് മൈനസ് 3 ഇൻറ്റു 2 ബൈ എച്ച് കൊടുത്തു. സോൾവ് ചെയ്ത് വന്നു. നമുക്ക് ആൻസർ എന്ത് വന്നു? 3 എന്ന് വന്നു. ക്ലിയർ? മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. എന്താണ് ഫംഗ്ഷൻ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. ചെയ്താലോ? ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഫോർമുല അപ്ലൈ ചെയ്യാം. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ഈ ഒരു ഫോർമുലയാണ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ളത്, ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ഈ ഡി വൈ ബൈ ഡി എക്സ് എങ്ങനെ എഴുതിയെന്ന് മനസ്സിലായോ? ഞാൻ പറയുകയാണ്, എഫ് ഓഫ് എക്സ് ആണ് നമ്മുടെ ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുള്ളത്. എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ്. അപ്പം ഞാൻ പറയുവാണ് എഫ് ഡാഷ് എക്സ് ആണ് നമുക്ക് ശരിക്കും വേണ്ട ഡെറിവേറ്റീവ്. ആ എഫ് ഡാഷ് എക്സ് തന്നെയാണ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. എഫ് ഡാഷ് എക്സ് തന്നെയാണ് ഡി വൈ ബൈ ഡി എക്സ്, അതാണ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നതാണ് ഈ പറയുന്നത്. ക്ലിയർ? ഇടയ്ക്കിടയ്ക്ക് ഡി വൈ ബൈ ഡി എക്സ് എന്നും എഫ് ഡാഷ് എക്സ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. ഡി വൈ ബൈ ഡി എക്സ് തന്നെയാണ്, എഫ് ഡാഷ് എക്സ് തന്നെയാണ് എന്ത്, അല്ലെങ്കിൽ എന്താണ് വൈ ഡാഷ് എന്ന് പറഞ്ഞാൽ എല്ലാം ഡെറിവേറ്റീവ് തന്നെയാണ്. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്, ഇതാണ് നമ്മുടെ ഫോർമുല. ഇനി എന്ത് ചെയ്യാം? ഫംഗ്ഷൻ കൊടുക്കാം. എന്തായിരുന്നു? എക്സ് സ്ക്വയർ അല്ലെ? എഫ് ഓഫ് എക്സിന് പകരം എക്സ് സ്ക്വയർ കൊടുക്കാം. എക്സ് സ്ക്വയർ കൊടുത്തൂടെ? അപ്പോൾ എങ്ങനെ വരുടാ? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എക്സിന് പകരം എക്സ് പ്ലസ് എച്ച് അല്ലേടാ, എക്സിന് പകരം എക്സ് പ്ലസ് എച്ച്. സോ എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ മൈനസ് എന്താ? എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ, എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എച്ച് എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യാം? എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോർമാറ്റിലാണ്. നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം അല്ലേ? സോ നമുക്ക് എങ്ങനെ ചെയ്യാം? എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയറിനെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ നമുക്കറിയാം. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. സോ അത് വെച്ച് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ എന്ത് എഴുതാടാ? എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി, 2 ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ്, എ ഇൻറ്റു ബി 2xh അല്ലേ, പ്ലസ് എന്താ? എച്ച് സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് 2xh പ്ലസ് എച്ച് സ്ക്വയർ. പിന്നെ ആരുണ്ട്? മൈനസ് എക്സ് സ്ക്വയർ കൂടെ ഉണ്ട്. അത് അതേപോലെ എഴുതി ഡിവൈഡഡ് ബൈ എച്ച്. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യാം? നോക്കിക്കേ, പ്ലസ് എക്സ് സ്ക്വയർ ഉണ്ട്, മൈനസ് എക്സ് സ്ക്വയർ ഉണ്ട്. അവർ രണ്ടും കട്ടായിപ്പോയി അല്ലേ? ഒരു പ്ലസ് എക്സ് സ്ക്വയറും മൈനസ് എക്സ് സ്ക്വയറും കട്ടായിപ്പോയി. പിന്നെ ആരാ ഉള്ളത്? 2xh. ബാക്കി ആരാണോ ഉള്ളത് അവരെല്ലാവരും എടുത്ത് എഴുതുക. 2xh പ്ലസ് എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ എച്ച്. ഇവിടെ ഇത് എഴുതിക്കോണേ, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. അത് എല്ലാ സ്റ്റെപ്പിലും എഴുതണം, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. അപ്പോൾ എന്ത് വരുടാ? 2xh പ്ലസ് എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ എച്ച് എന്ന് വന്നു. ഇനി നോക്കിക്കേ, ഇനി എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഡയറക്റ്റ് എച്ചിൻ്റെ വാല്യൂ കൊടുക്കാമോ? ഡയറക്റ്റ് എച്ചിൻ്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 0 വരും. അത് പറ്റത്തില്ല. വീണ്ടും നോക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നോ. നോക്കിക്കേ, ഈ ന്യൂമറേറ്ററിൽ ഒരു എച്ച് ഇല്ലേ? ഈ രണ്ട് ടേമിൽ നിന്നുമായിട്ട് എനിക്ക് എച്ചിനെങ്കിൽ ന്യൂമറേറ്ററിൽ നിന്ന് കോമൺ എടുക്കാമല്ലോ. എടുക്കാം. ഡിനോമിനേറ്ററിലും ഒരു എച്ച് ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യാം? ന്യൂമറേറ്ററിൽ നിന്ന് ഒരു എച്ചിങ് എടുത്തു. ബാക്കി എന്തുണ്ട്? എച്ച് പോയി കഴിഞ്ഞാൽ 2x പ്ലസ് പിന്നെ ആരാ ഉള്ളത്? എച്ച് സ്ക്വയർ ആണ്. എച്ച് സ്ക്വയറിൽ നിന്നാണ് ഒരെച്ചിന് ഞാനിങ്ങനെ എടുത്തത്. പിന്നെ ബാക്കി ഒരെച്ച് ആണുള്ളത്. കണ്ടോ? ഡിവൈഡഡ് ബൈ എച്ച് അല്ലേ? നോക്കിക്കേ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ഇനി എന്ത് ചെയ്യാം? എച്ചും കട്ടായിപ്പോയി അല്ലേ? എച്ചും മുകളിലും താഴെയുണ്ട്, കട്ടായിപ്പോയി. പിന്നെ ആരാ ഉള്ളത്? 2x പ്ലസ് എച്ച്. അപ്പോൾ എങ്ങനെ വരും? എച്ച് ടെൻസ് ടു 0 2x പ്ലസ് എച്ച് അല്ലേ? 2x പ്ലസ് എച്ച് ഇങ്ങനെ വന്നു. ഇനി എന്ത് ചെയ്യാം? എച്ചിന് പകരം വാല്യൂ കൊടുക്കാം. എച്ച് ടെൻസ് ടു 0 അല്ലേ? സോ എച്ച് 0 കൊടുക്കാം. അപ്പോൾ 2x പ്ലസ് 0. സോ നമുക്ക് ആൻസർ എന്ത് വരും ഇവിടെ? 2x എന്ന് വരും അല്ലേ? സോ എന്താ നമുക്ക് കിട്ടിയത്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന എങ്ങനെ? ഡെറിവേറ്റീവ് നമുക്ക് എന്താ കിട്ടിയത്? 2x എന്ന് കിട്ടി. അതായത് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. ക്ലിയർ? മനസ്സിലായോ? ക്ലിയർ ആയോ? ഇതാണ് എന്ത്? ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/x. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/x ആണ്. എങ്ങനെ ചെയ്യാം? നമുക്ക് ആകെപ്പാടെ ഒരു ഫോർമുല അറിയാവുള്ളൂ അല്ലേ? നമുക്ക് ആ ഫോർമുല അപ്ലൈ തന്നെ ചെയ്യാം. നോക്കാം. ലിമിറ്റ് നമുക്ക് ആകെ അറിയാവുന്ന ഫോർമുലയാണേ. എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ്
ഡിവൈഡഡ് ബൈ എച്ച് അല്ലേ? ഇതല്ലേ നമ്മുടെ ഫോർമുല? ഓക്കെ, എന്താണ് നമ്മുടെ ഫംഗ്ഷൻ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/x ആണ് അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? എക്സ് കാണുന്നിടത്തെല്ലാം 1/x അല്ലേ? 1/xനകത്ത് നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. അപ്പോഴോ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ആണ്, 1/x പ്ലസ് എച്ച് ആണ്. അപ്പോൾ 1/x പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് 1/x ഡിവൈഡഡ് ബൈ എച്ച്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോക്കിക്കേ, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച് എന്നായിരുന്നു. നമ്മുടെ ഫംഗ്ഷൻ 1/x ആണ്. 1/x ആയതുകൊണ്ട് എന്ത് വരും? 1/x പ്ലസ് എച്ച്. എക്സിന് പകരം ഫസ്റ്റ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സിന് പകരം 1/x ഡിവൈഡഡ് ബൈ എച്ച്. ക്ലിയർ? ഇനി എന്ത് ചെയ്യാടാ? ന്യൂമറേറ്ററിലോട്ട് നോക്കിക്കേ. ന്യൂമറേറ്ററിലോട്ട് 1/a മൈനസ് 1/b അല്ലേ? 1/a മൈനസ് 1/b ആണ്. എങ്ങനെ ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 1 ഇൻറ്റു ബി ബി മൈനസ് 1 ഇൻറ്റു എ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ബി അല്ലേ? ബി മൈനസ് എ ബൈ എ ബി എന്ന് വരും അല്ലേ? ആ ഒരു ഫോർമുലയിലേ കിടക്കുന്നേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ ന്യൂമറേറ്ററിനെ അങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. ഓക്കെ, നോക്കിക്കേ. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എക്സ് ഇൻറ്റു 1 ഇൻറ്റു എക്സ് മൈനസ് എന്താണ്? 1 ഇൻറ്റു എക്സ് പ്ലസ് എച്ച് 1 ഇൻറ്റു എക്സ് പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ എന്താണ്? എക്സ് പ്ലസ് എച്ച് ഇൻറ്റു എക്സ് അല്ലേ? എക്സ് പ്ലസ് എച്ച് ഇൻറ്റു എക്സ് അല്ലേ? ദ ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. കണ്ടോ? ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. ഞാൻ പറയണം, ആ എച്ചിനെ ഞാൻ എന്ത് ചെയ്യുന്നു അറിയാമോ? ഇൻറ്റു 1/h എന്ന് എഴുതി. എന്തെങ്കിലും വ്യത്യാസം വരുമോ വാല്യൂവിന്? ഇൻറ്റു 1/h എന്ന് എഴുതിയാലും ഡിവൈഡഡ് ബൈ എച്ച് എന്ന് എഴുതിയാലും ഒരുപോലെ തന്നെയല്ലേ? ഒന്നുമില്ല, ഞാൻ ഇങ്ങോട്ട് ഒന്ന് ഒതുക്കി മാറ്റി എഴുതുന്നേ ഉള്ളൂ. ഇൻറ്റു 1/h എന്ന് കേട്ടോ. ഓക്കെ, ഇനി എന്ത് വരുമോടാ? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഈ 1/hനെ അങ്ങ് ആദ്യം എഴുതാമെന്ന് വിചാരിച്ചു. 1/h ഇൻറ്റു പിന്നെ ആരാ ഉള്ളേ? എക്സ്. നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ? എക്സ് മൈനസ് മൈനസ് എക്സ് അല്ലേ? പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് എച്ച് ഡിവൈഡഡ് ബൈ എന്താ വരുന്നത് ഇവിടെ? എക്സ് പ്ലസ് എച്ച് ഇൻറ്റു എക്സ് അല്ലേ? ഡിനോമിനേറ്ററിൽ എന്താ വരുന്നത്? എക്സ് പ്ലസ് എച്ച് ഇൻറ്റു എക്സ് എന്ന് വരും. എക്സ് പ്ലസ് എച്ച് ഇൻറ്റു എക്സ്. ക്ലിയർ? ഇത്ര ഓക്കെ അല്ലേ? ക്ലിയർ? ഇനി എന്ത് ചെയ്യടാ? നോക്കിക്കേ, പ്ലസ് എക്സും മൈനസ് എക്സും കട്ടായിപ്പോയി. ന്യൂമറേറ്ററിലോട്ട് നോക്കിക്കേ, പ്ലസ് എക്സും മൈനസ് എക്സും കട്ടായി. പിന്നെ ആരാ ഉള്ളേ? ഒരു മൈനസ് എച്ച് ഉണ്ട് അല്ലേ? മൈനസ് എച്ച് ഉണ്ട്. ഇവിടെ ഒരു 1/h ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ? എക്സും മൈനസ് എക്സും കട്ടായിപ്പോയി അല്ലേ? നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് എഴുതാം. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1/h ഇൻറ്റു മൈനസ് എച്ച് ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് എച്ച്. കണ്ടോ? ഇത്ര ഓക്കെ ആണോ? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1/h ഇൻറ്റു മൈനസ് എച്ച് ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് എച്ച് എന്ന് കിട്ടി. ക്ലിയർ? ഇനി എന്ത് ചെയ്യാം? മൈനസ് എച്ചും പ്ലസ് എച്ചും കട്ട് ചെയ്ത് പോകത്തില്ലേ? നോക്കിക്കേ, മൈനസ് എച്ചും മൈനസ് എച്ച് ഉണ്ട്, താഴെ ഒരു പ്ലസ് എച്ച് ഉണ്ട്. ആ എച്ച് വെച്ച് ഞാൻ കട്ട് ചെയ്തു. പിന്നെ ഒരു -1 അല്ലേ ഉള്ളൂ അവിടെ? എച്ച് വെച്ചും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ട്? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 നോക്കിക്കേ, -1 ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് എച്ച് എന്ന് വന്നു. ഓക്കെ അല്ലേ? അല്ലേ? ക്ലിയർ? ഇനി എന്ത് ചെയ്യാം? എച്ചിൻ്റെ വാല്യൂ എച്ച് ടെൻസ് ടു 0 ആണ്. എച്ച് ടെൻസ് ടു 0 എന്ന് കൊടുക്കാം. അപ്പോൾ -1/x ഇൻറ്റു എക്സ് പ്ലസ് 0 അല്ലേടെ? ഇങ്ങനെ എഴുതിക്കൂടെ? അപ്പോൾ എന്ത് വരും? -1/x ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് വരും. -1/x² എന്ന് വരും. സോ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1/x ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? -1/x² ആയിരിക്കും. 1/xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? -1/x² ആണ് അല്ലേ? ക്ലിയർ? മനസ്സിലായോ? ഇതാണ് എന്ത്? ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെറിവേറ്റീവ് ഉപയോഗിച്ച് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന ഫോർമുല. ക്ലിയർ? ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ എന്തായിരുന്നു? ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ നോക്കി. നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡെറിവേറ്റീവ് വെച്ച് നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു. ഓരോ ഫംഗ്ഷൻ്റെയും കണ്ടുപിടിച്ചു. ഇനി നോക്കിക്കേടേ, നമ്മളിപ്പോൾ ഇങ്ങനെ ഓരോ ഫംഗ്ഷൻ്റെയും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് എളുപ്പമാണോ? കുറച്ച് സമയം എടുക്കത്തില്ലേ? നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോഴെല്ലാം ഒരുപാട് സമയം എടുക്കത്തില്ല. എക്സ് പ്ലസ് എച്ചിൽ കൊടുക്കുന്നു, പിന്നെ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് നിന്ന് എക്സ് സബ്ട്രാക്ട് ചെയ്യുന്നു, പിന്നെ എച്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടല്ലേ? അല്ലേ? സോ നമുക്ക് അതുകൊണ്ട് എന്ത് ചെയ്യാന്നറിയാമോ? നമുക്ക് വേറെ കുറച്ച് ഫോർമുലാസ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. കുറേ ഫംഗ്ഷൻ്റെ സ്ഥിരമായിട്ടുള്ള ഡെറിവേറ്റീവ്സ് നമ്മൾ കുറച്ചൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കണം കേട്ടോ.
നമ്മുടെ കുറച്ച് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സ്. ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ അതെന്താ, നമുക്ക് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആവാം, അതുപോലെ തന്നെ അതല്ലാതെയുള്ള നമുക്ക് നോർമൽ ഫംഗ്ഷൻസ് ആവാം. ആ എല്ലാ ഫംഗ്ഷൻസിൻ്റെയും ഡെറിവേറ്റീവ് എല്ലാം എന്നല്ല, നമുക്ക് കുറച്ച് ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സ്ഥിരമായിട്ട് അതറിയാമെങ്കിൽ നമുക്ക് ബാക്കി എത്ര വലിയ ഫംഗ്ഷൻ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് റൂൾസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വെച്ച് നമുക്ക് എളുപ്പത്തിന് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് നോക്കാം. നോക്കിക്കേ, കുറച്ച് ഡിഫറൻഷ്യൽ ഫോർമുലാസ് ആണ്. ഇത് നിങ്ങൾ എന്തായാലും കാണാതെ പഠിച്ചേ പറ്റൂ, ഒരു എക്സ്ക്യൂസും ഇല്ല. ഇത് എളുപ്പത്തിന് പഠിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ എന്താണ് ഡിഫറൻസിയേഷൻ എന്നുള്ള കാര്യം ചെറിയൊരു ഐഡിയ കിട്ടിയോ? അത് മതി തൽക്കാലം. കാരണം നിങ്ങൾക്ക് തിയറി ഒന്നും ഇല്ലല്ലോ, നിങ്ങൾക്ക് കോൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അതുപോലെ തന്നെ ഇപ്പോൾ ഇതുപോലെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യത്തില്ലേ, f(x+h-f(x/h) അങ്ങനെയുള്ളത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് അല്ലാത്തത് കൊണ്ട് അങ്ങനെയൊന്നും എഴുതേണ്ടി വരില്ല. നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന രീതിയിൽ മാത്രമേ എക്സാമിന് ചോദിക്കുള്ളൂ. ഓക്കെ, ഇത് പിന്നെ സിലബസിൽ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇങ്ങനെയാണ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇപ്പം കുറച്ച് റിസൾട്ടുകൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഡെറിവേറ്റീവ്സ് അതെല്ലാം അവർ കണ്ടുപിടിച്ചത് ഈ മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായല്ലോ, ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് വരുന്ന മെത്തേഡ് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഡെറിവേറ്റീവ്സ്, കുറച്ച് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സ് നമുക്കൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നോക്കിയേ, d/dx ഓഫ് എക്സ് കണ്ടോ. d/dx ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എപ്പോഴും അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അതായത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലേ. എന്നാൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എപ്പോഴും എന്തായിരിക്കും, 1 തന്നെ ആയിരിക്കും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഫസ്റ്റ് ഐഡന്റിറ്റി പഠിച്ചില്ലേ നമ്മൾ, ഐഡന്റിറ്റി അല്ല ഫസ്റ്റ് റിസൾട്ട് പഠിച്ചില്ലേ, dx/dx 1 ആയിരിക്കും. ഓക്കെ, ഇനി അതായത് ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താ, വൈക്ക് ഉണ്ടാവുന്ന ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു എക്സ്, അത് dy/dx ആണ്. എന്നാൽ dx/dx ഡെറിവേറ്റീവ് ഓഫ് എക്സ്, അതായത് ചേഞ്ച് ഇൻ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താ, എക്സിനുണ്ടാവുന്ന ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, 1 തന്നെയല്ലേ. അതാണ് dx/x 1 വന്നത്. ഓക്കെ, മനസ്സിലാക്കി വെച്ചിരിക്കേ. ഇനി നോക്കിക്കേടാ രണ്ടാമത്തെ, d/dx ഓഫ് a ഇൻറ്റു എക്സ് കേട്ടോ. d/dx ഓഫ് a ഇൻറ്റു എക്സ്, എ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണെന്നിരിക്കട്ടെ, a ഇൻറ്റു dx/dx എന്ന് വരും. നോക്കിക്കേ, d/dx ഓഫ് a ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നറിയാമോ, d/dx ഓഫ് നമ്മൾ ആ എനെ ഇങ്ങ് മാറ്റി എഴുതും. എ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് ഒന്നുമില്ല. സോ ആ എനെ ഇങ്ങ് മാറ്റി എഴുതിയിട്ട് ഇൻറ്റു ബാക്കി ആരാ ഉള്ളത്, dx/dx. dx/dx എന്ന് പറഞ്ഞാൽ 1 തന്നെയല്ലേ. സോ നമുക്ക് a ഇൻറ്റു 1 എന്നായിരിക്കും വരുന്നത്. കണ്ടോ, d/dx ഓഫ് a ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ a തന്നെ വരും. മനസ്സിലായോ? രണ്ടെണ്ണം പഠിച്ചില്ലേ? നോക്കിക്കേ, നോക്കിക്കേ, അടുത്തത് അവിടെ നിൽക്കട്ടെ. അടുത്ത ഞാനൊരു ഒരു റിസൾട്ട് ആയിട്ട് നമുക്ക് വേറെ പഠിക്കാനുണ്ട്, ബാക്കി നോക്കും. ഇനി കുറച്ച് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് ആണ്. ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് കണ്ടോടാ. d/dx ഓഫ് കോസ് എക്സ്, ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ, മൈനസ് സൈൻ എക്സ് ആണ്. എന്താണ് ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള ആൾക്കാർ ആദ്യമായിട്ട് ഈ ക്ലാസ് കേൾക്കുമ്പം കുറച്ച് നല്ല ടഫായിട്ട് തോന്നും. പക്ഷേ അതിൻ്റെ കാര്യമൊന്നുമില്ല, സംഭവം പഠിച്ചു വെച്ചാൽ എളുപ്പമാണ്, പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് +1 +2 ക്ലാസ്സുകളിൽ +1 നമുക്ക് ആദ്യം കടക്കുന്ന സമയത്ത് പഠിക്കാനുള്ളതാണ് ഈ ഐഡന്റിറ്റീസ് എല്ലാം. ആ സമയത്ത് നമ്മളിതെല്ലാം ബൈഹാർട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ പഠിച്ചേ പറ്റൂ, ഇതെല്ലാ വാല്യൂസും കാണാതെ പഠിച്ച് വെച്ചേ പറ്റത്തുള്ളൂ. അത് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റൂ കേട്ടോ. നോക്കിക്കേ, അപ്പോൾ d/dx ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ആണ്. ഓക്കെ, d/dx ഓഫ് സൈൻ എക്സ്, ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്താ, കോസ് എക്സ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. ഓക്കെ, അത് ക്ലിയർ ആയോ? തിരിഞ്ഞു പോകരുത്, കാരണം ഇതെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റഗ്രേഷൻ പഠിക്കാനുണ്ട്. ഇൻ്റഗ്രേഷന് വരുമ്പോൾ ഇതെല്ലാം കൊണ്ടങ്ങ് തിരിയും. ഓക്കെ, ഞങ്ങൾ ആരെയും ഭയപ്പെടുത്തുമല്ല, പക്ഷേ ഞാൻ പറഞ്ഞതാണ്, നമ്മൾ അതുകൊണ്ട് നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ആദ്യമേ പഠിച്ചു പോവുക. ഈ പഠിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഡെയിലി നമ്മൾ ഈ ഓരോ വാല്യൂസ് ഉണ്ടല്ലോ, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന വാല്യൂസ് എല്ലാം ഡെയിലി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു പോകണം കേട്ടോ, അല്ലെങ്കിൽ മറക്കും. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ് ആണ്, കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ആണ്. അടുത്ത് നോക്കിക്കേ, ടാൻ എക്സ് എന്താണ്, ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് സീക് സ്ക്വയർ എക്സ് ആണ്. എന്താണ്, സീക് സ്ക്വയർ എക്സ് ആണ് കേട്ടോ. ഡെറിവേറ്റീവ് ഓഫ് കോട്ട് എക്സ്, ടാൻ എക്സിൻ്റെത് സീക് സ്ക്വയർ എക്സ്, കോട്ട് എക്സിന്റെ എന്താ, മൈനസ് കൊസീക് സ്ക്വയർ എക്സ് ആണ്. കോട്ട് എക്സിൻ്റെത് മൈനസ് കൊസീക് സ്ക്വയർ എക്സ് ആണ് കേട്ടോ. അടുത്തത് ഡെറിവേറ്റീവ് ഓഫ് സീക് എക്സ്, സീക് എക്സിൻ്റെത് സീക് എക്സ് ടാൻ എക്സ്.
കണ്ടോ, ഡെറിവേറ്റീവ് ഓഫ് സീക്ക് എക്സിൻ്റെത് സീക്ക് എക്സ് ടാൻ എക്സ്. ഇനി കൊസീക്ക് എക്സ്, ഡെറിവേറ്റീവ് ഓഫ് കൊസീക്ക് എക്സ് എന്താ? മൈനസ് കൊസീക്ക് എക്സ് കോട്ടെക്സ്. ഇതാണ് മൈനസ് കൊസീക്ക് എക്സ് കോട്ടെക്സ്. ക്ലിയർ? അപ്പോൾ ഇത് ഓർത്ത് വെക്കാൻ വേണ്ടി ഞാൻ ഒരു ചെറിയൊരു ഐഡിയ പറഞ്ഞുതരാം. അതായത് നമുക്ക് ഈ കോ ഫംഗ്ഷൻസ് വരത്തില്ലേടാ, കോ ചേർന്ന് വരുന്നില്ലേ? കോ ചേർന്ന് വരുന്ന ഫംഗ്ഷൻസിനകത്തൊക്കെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഒരു നെഗറ്റീവ് ഉണ്ടാവും. നോക്കിക്കേ, കോസ് എക്സ് ആണെങ്കിൽ മൈനസ് സൈൻ എക്സ്. കോസ് എക്സിൻ്റെത് മൈനസ് ഇല്ലേ? മൈനസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ കോട്ടെക്സിനും ഒരു മൈനസ് കൊസീക് സ്ക്വയർ എക്സ് ആണ്, മൈനസ് ഉണ്ട്. ഇവിടെയും കൊസീക് എക്സ് ആയപ്പോഴോ മൈനസ് കൊസീക് എക്സ് കോട്ടെക്സ്, കണ്ടോ മൈനസ്. അപ്പോൾ കോ വരുന്ന ഫംഗ്ഷന് ഒരു മൈനസ് കൂടി ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ വാല്യൂസ് എല്ലാം പഠിച്ചു വെച്ചിരിക്കുക. അടുത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് എൽ എൻ എക്സ്. എൽ എൻ ലോഗ് എക്സ് ആണ്. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1/x ആണ്. അടുത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ്. ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെയാണ്. എന്താണ് ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ്? ഇ റേസ് ടു എക്സ് തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആയോ? അടുത്തത് കുറച്ച് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഞാൻ പറഞ്ഞില്ലേ, സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ്. ഓക്കെ, അതിനെയാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അവരുടെ ഡെറിവേറ്റീവ് നോക്കിക്കേ, ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ്. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1/√(1 - x²). 1/√(1 - x²). കോസ് ഇൻവേഴ്സ് എക്സ് വന്നപ്പോൾ ഒരു മൈനസ് കൂടി വരുമെന്നേ ഉള്ളൂ. നിങ്ങൾ ഒരെണ്ണം പഠിച്ചു വെക്കുക, അടുത്തതിനകത്ത് മൈനസ് ഇട്ട് കൊടുക്കുക, അങ്ങനെ പഠിച്ചു വെക്കുക. കോസ് ഇൻവേഴ്സ് എക്സ് -1/√(1 - x² എന്ന് വന്നു അല്ലേടാ. അടുത്തത് ടാൻ ഇൻവേഴ്സ് എക്സ്. ടാൻ ഇൻവേഴ്സ് എക്സ് എന്താ? 1/1 + x². 1/1 + x². അപ്പൊ ടാനിന്റെ ഓപ്പോസിറ്റ് വരുന്ന കോട്ടല്ലേ എപ്പോഴും? ആണ്. അപ്പൊ ടാൻ ഇൻവേഴ്സ് എക്സ് 1/1 + x² ആണെങ്കിൽ കോട്ട് ഇൻവേഴ്സ് എക്സ് -1/1 + x². ഇവ രണ്ടുപേരും ഒരുമിച്ച് പഠിക്കാം. ടാൻ ഇൻവേഴ്സ് എക്സ് 1/1 + x² ആണ്. അപ്പൊ കോട്ട് ഇൻവേഴ്സ് എക്സോ -1/1 + x² ആണ്. സൈൻ ഇൻവേഴ്സും കോസ് ഇൻവേഴ്സും അതുപോലെ ഉണ്ട്. സൈൻ ഇൻവേഴ്സ് ആണെങ്കിലോ 1/√(1 - x² ആണ് സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ കോസ് ഇൻവേഴ്സ് എക്സ് -1/√(1 - x² ആണ്. അപ്പൊ 4 കിട്ടിയില്ലേ ഇപ്പോ? അടുത്ത നോക്കിക്കേ, സീക്ക് ഇൻവേഴ്സ് എക്സ്. സീക്ക് ഇൻവേഴ്സ് എക്സ് എന്ത് വരും? 1/(x)√(x² - 1). കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ആവുമ്പോഴോ -1/(x)√(x² - 1). ഓക്കെ, ഇനി അപ്പോൾ അതും ഒരുമിച്ച് പഠിക്കാം. സീക്കിന്റെ എന്താണ്? കൊസീക്ക് ആവുമ്പോൾ ഒരു നെഗറ്റീവ് കൂടി വരുമെന്നേ ഉള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞു കോ ഫംഗ്ഷൻ ആവുമ്പോൾ നെഗറ്റീവ് വരുമെന്ന് പറഞ്ഞു. അടുത്ത് നോക്കിക്കേ, ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇ റേസ് ടു എക്സ് തന്നെയാണ്. ലോഗ് എക്സിൻ്റെത് 1/x ആണ്. ഇനി ഡെറിവേറ്റീവ് ഓഫ് എ റേസ് ടു എക്സ് ബൈ ലോഗ് എ. ഡെറിവേറ്റീവ് ഓഫ് എ റേസ് ടു എക്സ് ബൈ ലോഗ് എ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എക്സ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും എണ്ണം നിങ്ങൾ അത്യാവശ്യത്തിനെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം. ഞാൻ ഈ പറഞ്ഞ ടേബിളിലുള്ള ആൾക്കാരെ എല്ലാം അത്യാവശ്യത്തിനൊന്ന് പഠിച്ചു വെച്ചേ പറ്റൂ. അതറിയാമെങ്കിലേ നമുക്ക് മുമ്പോട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റൂ, എളുപ്പത്തിന് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ക്ലിയർ? നമുക്കൊന്നുകൂടി നോക്കാം, നമ്മൾ ഏതൊക്കെയാണ് ഡെറിവേറ്റീവ്സ് നോക്കിയെന്ന്. നോക്കിക്കേ, എന്തായിരുന്നു ഡെറിവേറ്റീവ് ഓഫ് ഡി എക്സ് ബൈ എക്സ് 1 ആയിരിക്കും. ഡി എക്സ് ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ 1. ഡെറിവേറ്റീവ് ഓഫ് എ നമ്പർ വിത്ത് റെസ്പെക്ട് സെയിം നമ്പർ 1. ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് എ ഇൻറ്റു എക്സ്, കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് എന്താണ്? ആ കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും അല്ലേ. ഇനി എന്താ അടുത്ത? ഡി ബൈ ഡി എക്സ് ഓഫ് പിന്നെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഡി ബൈ ഡി എക്സ് ഓഫ് എ ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ്. ഒരു കോൺസ്റ്റന്റ് കെയുടെ ഡെറിവേറ്റീവ് എല്ലായ്പ്പോഴും 0 ആയിരിക്കും കേട്ടോ. ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് 0. ഞാൻ പറയുവാണ് ഇപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് 5 ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് അല്ലേ. ഇപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് 5 എന്ന് പറഞ്ഞാൽ 0 ആണ്. ഡെറിവേറ്റീവ് ഓഫ് 8 0. 100 ഡെറിവേറ്റീവ് ഓഫ് 100 0. ഓക്കെ, അപ്പോൾ ജനറലി പറയാം ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. ക്ലിയർ? അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. ടാൻ എക്സ് സീക്ക് സ്ക്വയർ എക്സ്. കോട്ട് എക്സ് മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ്. സീക്ക് എക്സോ സീക്ക് എക്സ് ടാൻ എക്സ്. കൊസീക്ക് എക്സോ മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ്. ലോഗ് എക്സ് 1/x. ഇ റേസ് ടു എക്സ് തന്നെയാണ്. സൈൻ ഇൻവേഴ്സ് എക്സ് 1/√(1 - x². കോസ് ഇൻവേഴ്സ് എക്സ് ആവുമ്പം അതിൻ്റെ ഒരു നെഗറ്റീവ് കൂടി വരും, -1/√(1 - x². ഇനി ടാൻ ഇൻവേഴ്സ് എക്സ് 1/1 + x². കോട്ട് ഇൻവേഴ്സ് എക്സോ എന്ത് വരും? -1/1 + x² വരും. ഇനി സീക്ക് ഇൻവേഴ്സ് എക്സ് 1/x ഇൻറ്റു
റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. ഇനി കൊസീക്ക് ഇൻവേഴ്സ് എക്സോ -1/√(x² - 1) എന്ന് വരും. വീണ്ടും d/dx ഓഫ് a raised to x by log a raised to x എന്ന് വരും. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇതാണ് ജനറലായിട്ട് വരുന്ന കുറച്ച് എന്താണ് ഡെറിവേറ്റീവ്സിൻ്റെ വാല്യൂസ്. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നതാണ് അതൊക്കെ കേട്ടോ. കുറച്ച് വാല്യൂസ് നമ്മൾ എപ്പോഴും ഇത് പഠിച്ചു വെച്ചിരിക്കണം. ഇതുണ്ടെങ്കിലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഓക്കെ, കുറച്ച് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കുകയാണേ. അപ്പോൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് വാല്യൂസ് അവർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഓൾറെഡി. ഇനി നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് റൂളുകളുണ്ട്. ഓക്കെ, നമുക്കൊരു ഫംഗ്ഷൻ തരുവാണ്. ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ കുറച്ച് റൂളുകളുണ്ട്. അപ്പം ഇവിടെ തൊട്ടാണ് ശരിക്കും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. നമ്മുടെ എക്സാമിന് നമുക്കൊരു പ്രോബ്ലം വന്നാൽ പെട്ടെന്ന് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഇനി നമ്മളെല്ലാം നോക്കുന്നത്. നേരത്തെ ചെയ്ത f(x + h) f(h) ഒക്കെ ഉണ്ടല്ലോ. അപ്പം നമുക്കത് ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിലേ ശരിക്കും അങ്ങനെയൊക്കെ എഴുതി കാണിക്കേണ്ട കാര്യമുള്ളൂ. നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനേ ക്വസ്റ്റിനെ ചോദിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയാണ് നമുക്ക് ഡെറിവേറ്റീവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നുള്ള ഓരോ മെത്തേഡ്സ് വെച്ച് നമ്മൾ പഠിക്കാൻ പോണത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇനി നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ റൂളാണ് പവർ റൂൾ എന്ന് പറയുന്നത്. അതാണ് പവർ റൂൾ. ഞാൻ പറയുവാണ്, ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ. f(x) ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ, ഇപ്പോൾ f(x) എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഞാൻ പറയുവാണ് x⁻n dx എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ആണെന്നിരിക്കട്ടെ. ഇതാണ് നമ്മുടെ f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ x⁻n dx ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് f'(x) നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്ന അറിയാമോ? f'(x) കണ്ടുപിടിക്കുന്നത് n(x⁻n−1). വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫോർമുല. ഇപ്പം തന്നെ എൻ്റെ കൂടെ കാണാൻ പഠിച്ചു വെക്കോ. ഇപ്പോൾ f(x) എന്ന് പറഞ്ഞാൽ x⁻n dx ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാടാ? n(x⁻n−1). n(x⁻n−1) കണ്ടുപിടിച്ച ഡെറിവേറ്റീവ് നമുക്ക് അപ്പോഴേ കിട്ടും. ഓക്കെ, ഞാൻ പറയുവാണ്. ഇപ്പോൾ f(x) എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ x⁻6 ആണെന്നിരിക്കട്ടെ. എന്താണ്? x⁻6 ആണ് f(x) എങ്കിൽ നമുക്ക് എങ്ങനെ f'(x) കണ്ടുപിടിക്കാം? f'(x) എന്താ? ഇപ്പോൾ x⁻6 എന്നുള്ളത് x⁻n ഫോമിലല്ലേ? x⁻n dx ഫോമിലല്ലേ? x⁻n dx എന്താ? n(x⁻n−1). അപ്പോൾ നോക്കിക്കേ, n പകരം 6 x⁻6−1. കണ്ടോ? n(x⁻n−1) 6 അപ്പോൾ എന്ത് വരുവാടാ? 6 എന്താ? 5. സോ 6x⁵5 എന്നുള്ളതായിരിക്കും അതിൻ്റെ ഡെറിവേറ്റീവ്. ഈസി അല്ലേ? എളുപ്പമല്ലേ? ഇപ്പോൾ എളുപ്പത്തിന് ചെയ്യാൻ പറ്റിയില്ലേ? ഇപ്പോൾ x⁻6 ആണൊരു ഫംഗ്ഷൻ എങ്കിൽ അപ്പോൾ നമുക്ക് ആ ഫോമുല അറിയത്തില്ലായിരുന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യൂടാ? നമ്മൾ ആദ്യം പഠിച്ച ആ ഒരു ഫോമുലയില്ലേ, ഏതാണ്? ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ആ ഫോമുലയായിരിക്കും നമ്മൾ ചിലപ്പോൾ കൊടുക്കുന്നത്. അത് കൊടുക്കുമ്പോൾ നമുക്ക് എത്ര സമയം എടുക്കില്ലേ ചെയ്തു വരാൻ? x + h കണ്ടുപിടിക്കണം, പിന്നെ x കണ്ടുപിടിക്കണം, രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യണം, h കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ലിമിറ്റ് കൊടുക്കണം. നല്ല ബുദ്ധിമുട്ടാണ്. സോ നമുക്ക് ഈ ഒരു ഫോമുല അറിയാമെങ്കിൽ പെട്ടെന്ന് ചെയ്തൂടെ? ഈസി ആയിട്ട് ചെയ്തൂടെ? അപ്പോൾ ഏതൊരു ഫംഗ്ഷൻ്റെ ഇപ്പോൾ x⁻n dx എന്ന് പറയുന്നൊരു ഫോമിലുള്ള ഏതൊരു ഫംഗ്ഷൻ്റെയും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന ഫോമുല എന്താണ്? f'(x) = n(x⁻n−1). തെറ്റിപ്പോവരുത് കേട്ടോ. ഈസിയാണ്, എളുപ്പത്തിന് പഠിച്ചു പോയത്. നമുക്കിത് അറിയാമെങ്കിൽ ഏതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ്റെയും ഡെറിവേറ്റീവ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഫോമുലാസ് എല്ലാം ഒന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഏതൊരു ഫംഗ്ഷൻ ചോദിച്ചാലും എക്സാമിന് സുഖമായി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ അത് പഠിക്കണം കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ f(x) = 7x⁸8. 7x⁸8 എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. നമ്മുടെ ഫംഗ്ഷൻ എന്താ? f(x) = 7x⁸8 അല്ലേ? നമുക്ക് ഫോമുല അറിയാം. എന്താണ് ഇത്? ഏത് ഫോമിലാണോ? f(x) = x⁻n dx ഫോമിലല്ലേ? അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? n(x⁻n−1) നമുക്ക് അപ്ലൈ ചെയ്യാം. ചെയ്തൂടെടാ? അപ്പോൾ എന്ത് വരും? f'(x) = അല്ലെങ്കിൽ dy/dx = അല്ലെങ്കിൽ y' നമുക്ക് എന്തെഴുതാം? ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു 7 കൂടി ഉണ്ട് അല്ലേ? x⁸8 മാത്രമല്ല, ഒരു 7 കൂടിയുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യൂടാ? ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ. കണ്ടോ? ഒരു കോൺസ്റ്റന്റ് നമ്പർ കൂടി വന്നു. d/dx ഓഫ് a × x ആണെങ്കിൽ എന്ത് ചെയ്യും? ആ എയിനെ അതേപോലെ അങ്ങ് നിർത്തിയിട്ട് ബാക്കിയുള്ള dx/dx കണ്ടുപിടിക്കും. ബാക്കിയുള്ള നമ്പറിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. ആ നമ്പറിനെ കോൺസ്റ്റന്റിനെ നമ്മൾ അതേപോലെ അങ്ങ് നിർത്തും. ഇനി കോൺസ്റ്റന്റ് മാത്രം ഒറ്റയ്ക്ക് വരുവാണെങ്കിൽ
അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ഇതാണ് കോൺസ്റ്റന്റ് മാത്രം. ഡി ബൈ ഡി എക്സ് ഓഫ് 5 7 മാത്രം നിന്നു, അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. 7x എന്ന് വന്നു, അപ്പം നമ്മൾ എന്ത് ചെയ്യും? 7 അങ്ങോട്ട് മാറ്റിയിട്ട് 7 അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. എന്നിട്ട് 7 മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ഞാൻ ഇപ്പം ഈ പറഞ്ഞ കാര്യം ക്വസ്റ്റ്യൻ വരുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും കേട്ടോ. നോക്കാം നമുക്ക്. അപ്പം നമുക്ക് ബാക്കി എങ്ങനെ ചെയ്യാം? ഞാൻ പറയാം 7x⁸ ആണ്. അപ്പം 7 അതേപോലെ അങ്ങോട്ട് എഴുതി. ഇനി ആരാ? x⁸8. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് x⁸8 അല്ലേ? എങ്ങനെ ചെയ്യാം? 7 ഇൻറ്റു ഇനി x⁸8 x⁸n dx n ഇൻറ്റു x⁸n - 1 8 ഇൻറ്റു x⁸8 - 1. ക്ലിയർ? അപ്പോഴോ ഇതങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ 7 56 56 ഇൻറ്റു x⁸8 നിന്ന് 1 കുറയ്ക്കുമ്പോൾ എത്ര? 7 അല്ലേ? സോ 56 x⁸7 എന്ന് വരും. ക്ലിയർ? എളുപ്പമല്ലേ? ഈസി അല്ലേ ചെയ്യാൻ? മനസ്സിലായോ? ഓക്കെ,